ശരത്തിന്റെ ഒക്കെ പ്രായത്തിലുള്ള ആളുകൾ ഇപ്പം നിങ്ങളുടെയൊക്കെ ഒരു കോളേജ് ഡേയ്സ് അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ ഒരു കാലഘട്ടം എന്നൊക്കെ പറയണത് ഒരുപാട് സൗഹൃദങ്ങൾ പോരാത്തതിന് തൃശ്ശൂരാണ്. തൃശ്ശൂർ സൗഹൃദത്തിന് കുറച്ച് അധികം സ്പേസ് കൂട്ടായ്മയുള്ള ഉള്ള സ്ഥലം. സ്ഥലം കൂടിയാണ്. അപ്പം ആ ഒരു സ്ഥലത്ത് എപ്പോഴും ഞാൻ കാണാറുള്ളത്, എൻ്റെ സുഹൃത്തുക്കളായാലൊക്കെ ഞാൻ കാണാറുള്ളത്, അവർക്കൊരു വലിയ ഗ്യാങ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സൗഹൃദ കൂട്ടങ്ങൾ ശരത്തിനും ഉണ്ടാവും. എന്റെ വീട് ചെറുതാ എന്റെ സൗഹൃദത്തിന്. ആ സൗഹൃദ കൂട്ടത്തിൽ നിന്ന് ഉള്ളൊരു യാത്ര സ്വാഭാവികമായിട്ട് അങ്ങനെ കുറെ യാത്രകൾ ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ട് ഉണ്ട് ആ ഉണ്ട്. യാത്ര വേറൊരു തലത്തിലുള്ള യാത്രയാണ്. അമ്മയോടൊപ്പം പോകുന്ന വേറൊരു തലത്തിലുള്ള യാത്രയാണ്. ഇതിനെ രണ്ടിനെയും എങ്ങനെയാണ് ശരത്ത് കമ്പയർ ചെയ്യുന്നത്? ഞാന് ശ്രീകൃഷ്ണന് പഠിക്കുക ബാലൻസിങ് മാനേജ്മെന്റ് വിദഗ്ധനുള്ള ആള്. അതെ, അതെ. എനിക്ക് ആകെ മാനേജ് ചെയ്യാൻ പറ്റാവുന്നത് ഇതൊക്കെയാ. എനിക്ക് ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഞാൻ മിടുക്കനല്ല. എനിക്ക് പെൺകുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ മിടുക്കനല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അത് കാരണം. പക്ഷെ ഫ്രണ്ട്സും ഈ പറഞ്ഞ പോലെ ഫാമിലിയും ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഈസിയാ. അത് കാരണം അതിങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകും. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പണ്ടും ഉണ്ട്. അതെപ്പോഴും ഞാനിങ്ങനെ പറയും, ഞാനൊരു ആക്സിസ് പോയിന്റാ. ഞാൻ എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. സ്കൂൾ തൊട്ട് സ്കൂൾ തൊട്ട് ഇപ്പൊ ഇതിൽ എഴുതിയിട്ടുണ്ട് ഒരു ചാപ്റ്റർ മുഴുവൻ ഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹരി, ക്യാരക്ടർ ഓക്കെ ഉണ്ട്. ഓക്കെ. ഹരി തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹരി എൻ്റെ സ്കൂൾ ഡേയ്സ്, അവൻ ഒരു കാലം കഴിഞ്ഞപ്പോൾ അതങ്ങനെ പോയി. അത് കഴിഞ്ഞ് എൻ്റെ കോളേജ് ഡേയ്സ് ഫ്രണ്ട്സ് വന്നു, അവരും ഒരു കാലം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു, ബിസിനസ്സായി, അങ്ങനെ പോയി. അത് കഴിഞ്ഞ് എൻ്റെ ജൂനിയേഴ്സ് വന്ന് കയറി, അവരും അത് കഴിഞ്ഞ് പഠിപ്പ് ഇത് എന്നൊക്കെ പറഞ്ഞ് വിദേശത്ത് പോക്കും അങ്ങനെയായി പോയി. അത് കഴിഞ്ഞ് ഒരു ബന്ധമില്ലാത്ത എവിടെയോ കിടക്കണത് പോലെ കുറേ പേര് ഇപ്പോഴും ഉണ്ട്. ഇന്നും എൻ്റെ കയ്യിൽ ആ ഒരു സൗഹൃദങ്ങൾ ഇങ്ങനെ ഭയങ്കര വാല്യുബിളാണ്. എനിക്ക് റിലേഷൻഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കും. അതിന് കാശായി തൂക്കില്ല ഞാൻ, അത് പണമായി ബന്ധപ്പെടുത്തില്ല. അത് കാരണം എനിക്ക് എന്നും അങ്ങനെ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു തരാൻ കാശ് വേണ്ടി വരും, എനിക്കത് വേണ്ടി വരില്ല. അത് ആ ബന്ധങ്ങളുടെ വാല്യൂ ആ. അത് ചിലപ്പോൾ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അത് കുറവായിരിക്കും അല്ലേ, എന്നെല്ലാം കാശ് കൊടുക്കുക, മേടിക്കുക, അതിൽ തീർന്നുകൊണ്ടിരിക്കുക. ഈ ഒരു ആശയമാണ് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് ഒരു കാര്യം. അതായത് ശരത്ത് യാത്ര പോകുന്നു. ഇപ്പൊ ഇഷ്ടംപോലെ ആളുകൾ യാത്ര പോകാറുണ്ട്. ഇപ്പൊ ഗ്രൂപ്പുകളായിട്ട് പോകുന്നുണ്ട് പല ആളുകൾ. ഇപ്പൊ ലേഡീസ് ഓൺലി ഉണ്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഒരുപാട് ഉണ്ട് ഉണ്ട് ആക്റ്റീവ് ഉണ്ട് ആയിട്ടുള്ള കാലമാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടി മുതൽ 60, 70, 80 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു വൈബിലല്ല അമ്മയുടെ യാത്ര. അമ്മ ഇങ്ങനെ ശരത്തിന്റെ കൂടെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ സൗഹൃദ വലയങ്ങൾ ശരത്തിനുള്ളത് കൊണ്ട് ആ ഗ്യാങ്ങിലുള്ള ആളുകളുമായിട്ടായിരിക്കും കൂടുതൽ മിങ്കിൾ ചെയ്യുന്നുണ്ടാവുക. ആ അങ്ങനെ കുട്ടികൾ തന്നെയാണോ? മുഴുവൻ എൻ്റെ മക്കളാണ്. ഏ, എനിക്ക് ആദ്യം മകളുടെ കുട്ടികളാണ് വന്നിരുന്നത്. അത് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ചേട്ടനുണ്ട്, അവൻ്റെ കുട്ടികളായിരുന്നു, അതും ഇത്രയില്ല. ഇവനായിപ്പോൾ ഒരു ലോകമാണ് കുട്ടികൾ മുഴുവൻ. ഫ്രണ്ട്സിൻ്റെ അവരെ ഞാൻ അവരിലേക്ക് താഴെയാണ്. ഞാൻ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. ഹരി വീട്ടിലിരിക്കണ നേരത്തെ എനിക്ക് ചിലപ്പോൾ തോന്നുന്നത് എന്റെ വീടല്ലേ, ഇതിനി എന്റെ അമ്മയാണോ? കാരണം ആള് കയറി ചെല്ലുന്നതും ഭക്ഷണം കഴിക്കാനിരിക്കുന്നതും അമ്മ ഭക്ഷണം കൊണ്ട് വെക്കുന്നതൊക്കെ ആ പാറ്റേൺ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ പോകുന്നു. ഏറ്റവും രസം ഹരിവർത്തനം പറയുമ്പോഴാണ്. ലോകത്തുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാൽ അവനറിയാം. അവൻ പ്രത്യേകിച്ച് യാത്രകൾ ഇത്ര കിലോമീറ്റർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഞാൻ പിന്നെ പുസ്തകത്തിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോഴേ ഇത് കാണുന്ന ആളുകൾ ഒരു പക്ഷേ പുസ്തകം വായിച്ചവരായിക്കൊള്ളുന്നില്ല. അപ്പൊ അവർക്കൊരു കൺഫ്യൂഷൻ വേണ്ടാന്ന് ഓർത്തിട്ട്. പക്ഷെ ഞാൻ ഇത് പറയുമ്പോ എനിക്കത് റിലേറ്റബിൾ ആണ്, അങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം.